ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ എടുക്കാൻ പോകുന്നത് ദളിത് പെർസ്പെക്റ്റീവ്സ് ആണ്. സോഷ്യോളജി ഇൻ പെർസ്പെക്റ്റീവ്സിലത്തെ ഒരു പാർട്ടാണ് ഇത് ദളിത് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദളിത് പെർസ്പെക്റ്റീവ്സ് എന്ന് നമുക്കറിയാം, ദളിത് മൂവ്മെൻ്റൊക്കെ അറിയാം. അത് ഒരു ദളിത് മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയുന്ന കാര്യമാണ് ദളിത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഹിന്ദു സോഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു. അതായത് ഒരു ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് സിസ്റ്റം, അങ്ങനെയുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഹിന്ദു സോഷ്യൽ ഓർഡർ ഡിവൈഡഡിനെ എങ്ങനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ആൻഡ് ശൂദ്രാസ്, ഇത്രയും കാറ്റഗറീസിലായിരുന്നു ഒരു കാസ്റ്റ് സിസ്റ്റംസ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഇത് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സമൂഹത്തിനെ അല്ലെങ്കിൽ സൊസൈറ്റിയെ വേർതിരിച്ചിരുന്നത് എങ്ങനെയാണ്? ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ആ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ചെയ്യുന്ന ജാതിയിൽ ഓരോ ജാതിയിലെ അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിനും ഓരോരോ ജോലി അല്ലെങ്കിൽ തൊഴിലിനനുസരിച്ചിട്ടായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്? ഒരു ഡിവിഷൻ നടത്തിയിരുന്നത് സൊസൈറ്റിയിൽ. അങ്ങനെയുള്ള ഈ കാസ്റ്റ് സിസ്റ്റം എന്നതിൻ്റെ ഇടയ്ക്കാണ് എന്ത് വന്നിട്ടുള്ളത്? ബട്ട് ദ എമർജൻസ് ദളിത് പാർട്ട്ണർ പൊളിറ്റിക്കൽ ഓർഗനൈസ്ഡ് ഇൻ ഫസ്റ്റ് ദളിത് മൂവ്മെൻറ്റ് വന്നത് മഹാരാഷ്ട്രയിലായിരുന്നു. ഏത് കാലഘട്ടം? 1970s ദ കെയിം പോപ്പുലർലി നോൺ ആസ് ദളിത്. അതായത് ദളിത് മൂവ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലായിരുന്നു. അതായത് ഒരു ഗോത്ര വിഭാഗമാണ് ദളിത്. അതായത് ഏറ്റവും അങ്ങേയറ്റം സോഷ്യലി ഹരാസ്മെൻ്റ് അനുഭവിച്ചിട്ടുള്ള ഒരു വർഗമായിരുന്നു ഏത്? ദളിത് എന്ന് പറയുന്നത്. ആ ദളിത് വംശത്തിൻ്റെ അല്ലെങ്കിൽ ദളിത് വർഗത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് ആണ് ഏതിലെന്ന് പറയുന്നത്? ദളിത് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. അപ്പോൾ ആ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഇതിലെന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ആയിരുന്നു ഏത്? ദളിത് മൂവ്മെൻറ്റിന് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പ്രസൻറ്റ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് ദളിത് മൂവ്മെൻറ്റ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 18-17 നൂറ്റാണ്ട്. അതിനുശേഷം ഇപ്പോഴും 21ാം നൂറ്റാണ്ടിന് ശേഷമാണ് പിന്നെയും അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നത്. നമ്മുടെ ഇതിൽ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ആരെന്ന് പറയുന്നത് സൊസൈറ്റി ഷെഡ്യൂൾഡ് കാസ്റ്റ് അങ്ങനെയുള്ള ഒരു കാസ്റ്റിൽ തന്നെ 1338 കാസ്റ്റുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രൈബൽ കാസ്റ്റിൽ ഇത്രയും കാസ്റ്റുകളിൽ ഒരു ഇതാണ് ഇതെന്ന് പറയുന്നത് ദളിത് എന്ന് പറയുന്നത്. ബട്ട് ദ എമർജൻസ് ഓഫ് ദളിത് പാന്താസ്, ഇവർ എന്നാണ് പൊളിറ്റിക്കലി എക്കണോമിക്കലി ഒക്കെ ഇവരെ ഒരു ബാക്ക്വേർഡ് ആയിട്ടാണ് ആര് കണ്ടിട്ടുള്ളത്? സൊസൈറ്റി അല്ലെങ്കിൽ അന്നത്തെ സമൂഹം കണ്ടിട്ടുള്ളത്. ഈ ദളിത് മൂവ്മെൻറ്റിൽ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്, ദളിത് എന്നത് എന്താണ്? എ ബെസ്റ്റ് സോഷ്യോളജി ഹാസ് അലൗഡ് ലിബറലി കൾച്ചർ മീനിങ് ഇൻ ടേം ദളിത്. അതായത് സോഷ്യോളജിസ്റ്റ് ഹാവ് എവോൾവ് ലിബർട്ടി ആൻഡ് കൾച്ചറൽ മീനിങ് എന്തെന്ന് എന്നുള്ളത് ദളിതിൻ്റെ എന്ന് പറയുന്നത്. ഈ ദളിത് എന്ന് പ്രൊഫൗണ്ടഡ് ദളിത് പാണ്ടാസ് പൊളിറ്റിക്കലി പാർട്ടി ഇൻ 1973. അതായത് 1970 അത് മഹാരാഷ്ട്രയിലായെങ്കിലും 1973 കൂടിയിട്ട് ദളിത് മൂവ്മെൻറ്റ് ഒന്നും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ഇൻവോൾവ്മെൻറ്റ് നടത്താൻ ഇതിന് കഴിഞ്ഞു, ദളിത് വിഭാഗത്തിന് കഴിഞ്ഞു. വിത്തൗട്ട് ക്ലിയർ കട്ട് ഡെഫിനിഷൻ ദളിത് ബിക്കാൻ ഡിഫിക്കൽട്ട് സ്പെസിഫൈ നാച്ചുറൽ കമ്പോസിഷൻ പോപ്പുലേഷൻ വിത്ത് കനോട്ട് റെഡിഫൈ ദ Dalit Pandas definition according to the defendant scheduled caste, scheduled tribes and presence. ഈ ദളിത് മൂവ്മെൻറ്റ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ജാതികൾ കുറേ ഉണ്ട്. 1338 ദളിത് വിഭാഗങ്ങളുണ്ട്. അതിലുള്ള ഓരോന്നുണ്ട്. അതിൽ പെടുന്നതാണ് ഏതൊക്കെയെന്ന് പറയുന്നത് SC കാസ്റ്റ്, ST, അങ്ങനെയുള്ള ലാൻഡ് ലേബേഴ്സ്, പുവർ പെസൻസ്, അങ്ങനെയുള്ള പൊളിറ്റിക്കലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഏതിനെന്ന് പറയുന്നത് ഈ ദളിത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ദളിത് വംശജർ എന്ന് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് ഒരു യുണീക്ക് ഹിന്ദു സോഷ്യൽ ഓർഡറാണ് ഇതിലുള്ളത്. സെക്ഷലി സഫേർഡ് ബിക്കോസ് ഓഫ് സ്ട്രക്ചറൽ ലൊക്കേഷൻ. അതായത് നമ്മളിപ്പം ഒരു ഇതെന്ന് പറയുന്നത് സോഷ്യലി ഇവർ എന്തായിട്ടുണ്ട്?
സോഷ്യലി എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് സോഷ്യലി ഇവർ ഏതിലൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഡിനയൽ എക്സിസ്റ്റൻസ് ഇവർ എങ്ങനെയുള്ള സോഷ്യലി എങ്ങനെയായിട്ടുള്ള കാര്യങ്ങളിലാണ് ഒരു മാപ്പ് അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്നിട്ടുള്ളതിൽ ഡെലിബറേറ്റ് സെക്കൻഡ് ക്യാരക്ടേഴ്സ് എവേർട്ട് എവർ ഗിവൺ ഇൻ മീഡിയ ക്യുമുലേറ്റീവ് എക്സ്ക്ലൂഷൻ സഫേർഡ് ബൈ ഡീറ്റെയിൽസ്. അതായത് ടൈപ്സ് ഓഫ് എക്സ്ക്ലൂഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ടൈപ്പ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. ആ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അവർ ദളിതിൻ്റെ ഇതിൽ എന്ന് പറയുന്നത് ഡിനയൽ എക്സിസ്റ്റൻസ് ഇൻ ദ ഋഗ്വേദ, നോ പ്രിഫറൻസ് ഇൻ ദ വർമ്മ സ്കീം, നോ റൈറ്റ് ടു സ്കെയർ ത്രെഡ്, എക്സ്ക്ലൂഷൻ ഫ്രം ആശ്രമാസ്, നോ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ധർമ്മ, എക്സ്ക്ലൂഷൻ ഫ്രം പുരുഷാർത്ഥ, എക്സ്ക്ലൂഷൻ അത് അങ്ങനെയുള്ള ആ സോഷ്യലി ഇതിൽ നിന്നുള്ള വേർതിരിവാണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്നുള്ളതിൽ പറയുന്നത്. അപ്പം ഫസ്റ്റ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ദളിത് എങ്ങനെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ആണ്. പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ എക്സ്ക്ലൂഷനെ കുറിച്ചിട്ട് സൗത്ത് ഓഫ് ദ വില്ലേജ്, അതായത് റെസിഡൻഷ്യൽ എക്സ്ക്ലൂഷനെ കുറിച്ചിട്ട്, പിന്നെ ഡിനയൽ ആക്സെപ്റ്റൻസ് ആക്സസ് വാട്ടർ, പിന്നെ നെക്സ്റ്റ് ഡിനയൽ ആക്സെപ്റ്റിംഗ് ഫുഡ്, അങ്ങനെയുള്ള ഇതിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ ഇതിൽ റെസ്ട്രിക്ഷൻസിന് സിറ്റിംഗ് ടുഗെദർ ഒരുമിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച്, റെസ്ട്രിക്ഷൻസ് ഇൻ സെലിബ്രേറ്റിംഗ് ടുഗെദർ അതായത് സെലിബ്രേറ്റിംഗിൽ നടക്കുന്നതിനുള്ള ഇത് ടുഗെദർ, ഡിനയൽ എൻട്രി ഇൻ ടു ഹൗസ്, ഡിനയൽ എൻട്രി ഇൻ ടു കിച്ചൺ, ഡിനയൽ എൻട്രി ഇൻ ടു ദ ടെമ്പിൾസ്, അങ്ങനെയുള്ളതിലൊക്കെ ഉള്ളതാണ് ഇത് പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ്ട്രോസൈറ്റീസ് ആണ്. റേപ്പ് ഓഫ് ദളിത് വുമൻസ്, ഏറ്റവും കൂടുതൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദളിത് വുമൻസിൻ്റെ ഇതിൽ, പിന്നെ മർഡർ അറ്റ് ദളിത്, മർഡർ ഓഫ് ദളിത്, ഗ്രീവിയസ് ഹേർട്ട്, റെഡിക്കുലസ് സൊസൈറ്റി ആൻഡ് സ്കെയർ, അതൊക്കെ ഇതിലാണ് ആർട്ടോസൈറ്റിസിലാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒക്കുപ്പേഷനാണ്. ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഇതെന്ന് പറയുന്നത് ഒക്കുപ്പേഷനിലായിട്ടുള്ളതെന്ന് പറയുന്നത് ക്ലീനിങ് ഹ്യൂമൻ എക്സ്റ്റീരിയ, സെൽഫ് സ്കാവേജിങ്, ക്ലീനിങ് മീൻ ഹോൾസ്, മിഡ്വൈഫറി റോൾ ഓഫ് ദളിത് വുമൻസ്, റിമൂവിങ് കർക്കാസാസ്, ഗ്രേവ് ഡിഗിങ് ഹ്യൂമൻ dead, beating in the time of death, pickery butch today, tapping, cleaning of social clothes, ഡിനയൽ ടേക്കൻ ഡൗൺ, മാരേജ് ആൻഡ് ഫ്യൂണറൽ പ്രൊസഷൻസ്, അങ്ങനെയുള്ള ഒരു ഒക്കുപ്പേഷണൽ ആയിട്ടുള്ള ഇതാണ് ഇതിനുള്ളത്, ഈ ദളിതിന് ഉള്ളത്. ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് അതിൽ അങ്ങനെയുള്ളവർ ചെയ്യുന്നതാണ് ഒരു ദളിത് വംശജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി എക്സ്ക്ലൂഷൻ ഇവരതെന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷനറിങ് പ്രോസസ്സിൽ, ഡിനയൽ പാർട്ടിസിപ്പേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇതാണ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്. പിന്നെ റിലീജിയസ് എന്ന് പറയുന്നത് ഫ്രം ദ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് റിലീജിയൻ, ഇവിടെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് റിലീജിയനാണ്. ലെജിറ്റമസി ഇൻ റിലീജിയൻ ഫോർ എക്സ്ക്ലൂഷൻ ആണ്. എക്കണോമിക് എക്സ്ക്ലൂഷൻ, ഫ്രീഡം ഓഫ്, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി പറഞ്ഞു. നെക്സ്റ്റ് റിലീജിയസ് ആണ്. റിലീജിയസ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് അവരുടെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള റിലീജിയനാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്ക്ലൂഷൻ ആണ്. എക്കണോമിക് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഒക്കുപ്പേഷൻ, അതായത് തൊഴിലുള്ള ഇതാണ് ഫ്രീഡം ഓഫ് ഡിനയൽ ടു ആക്സസ് റിസോഴ്സസ്, അത് ഏതാണ് എക്കണോമിക് എക്സ്ക്ലൂഷൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഒന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണലാണ്. എഡ്യൂക്കേഷണൽ ദ ഓണർഷിപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, എക്സ്ക്ലൂഷൻ ഫ്രം ബിഗിനിങ് നോളജ് ഇൻ ദി സെൻറ്റേഴ്സ്, ഇത് എഡ്യൂക്കേഷണൽ എക്സ്ക്ലൂഷനിൽ വരുന്നതാണ് ഇത്. അപ്പം ഇതാണ് ഇവരുടെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ ഒരു ഇതെന്ന് പറയുന്നത് ഒരു വയസ്സായിട്ട് ഒക്കുപ്പേഷൻ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഇതാണ് ഏതെന്ന് പറയുന്നത്. പിന്നെ എക്കണോമി എനിമി വിത്തിന് പ്രസേഴ്സ് ഓഫ് ദ സെയിം കളർ ഇൻ ദ സെയിം റിലീജിയൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇതിലാണ് എനിമി ഇതിൻ്റെ ചാപ്റ്റർ മാപ്പിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ സബ്സ്റ്റാൻഷ്യൽ ദളിത് ഐഡൻറ്റിറ്റി എംഫസൈസ് ദ ദളിത് റൈറ്റ് അക്യുമുലേറ്റ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഓവർ ഫേമസ് ഇൻഡിവിജ്വൽസ് ലൈസ് എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഒരു വെറുതെ ഇത് എക്കണോമിക്കലായി, പൊളിറ്റിക്കലായി, സോഷ്യൽ, റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇതാണ് ആർക്കുള്ളത് ദളിതിന് കിട്ടിയിട്ടുള്ള സൊസൈറ്റി. അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്, അതായത് എങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് പിന്നെ ദളിത് അല്ലെങ്കിൽ ആ സൊസൈറ്റി ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എന്നുള്ളതാണ് ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ പറയുന്നത്.
അപ്പോൾ അതിൽ തിയററ്റിക്കലായിട്ട് പറയുമ്പോഴേ ഇതിൽ നമ്മൾ ആ സൊസൈറ്റിയിൽ നമ്മൾ ഒരു പിരമിഡ് ലൈക്കിൽ ഇതാ ഫസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആയിരുന്നു. ബ്രാഹ്മിൻസിന് കഴിഞ്ഞാൽ ക്ഷത്രിയാസ്, ക്ഷത്രിയ കഴിഞ്ഞാൽ വൈശ്യ, വൈശ്യ കഴിഞ്ഞാൽ ശൂദ്രാസ്. ഇത്രയുമാണ് ഒരു പിരമിഡ് ടൈപ്പ്. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ആരാണ്? ബ്രാഹ്മിൻസ്, പിന്നെ ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഇതിലാണ് എന്തെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാസ്റ്റ് സിസ്റ്റമാണ് എവിടെ ഉണ്ടായിട്ടുള്ളത്? ആ സൊസൈറ്റിയിൽ ദളിതൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദളിതർ ഉണ്ടായിട്ടുള്ളത്. അതായത് അവരെന്ന് പറയുന്നത് എവിടെയാണ്? ശൂദ്രാസ് എന്നൊക്കെ പറയുന്നതിൽ ആ ഒരു കാറ്റഗറിയിലാണ് ദളിത് വംശജരുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസിനേക്കാളും ഇതിനുള്ള മുന്നിലുള്ള കാസ്റ്റ് ഇവരുടെ ഒരു കീഴിലുള്ള ഇതാണ് ആർക്കുള്ളത്? ഈ ദളിതർക്കുള്ളത്. അപ്പോൾ അവർ സൊസൈറ്റിയിൽ ഏറ്റവും അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ജീവിക്കുന്ന ജീവിത രീതിയുടെ പൊളിറ്റിക്കലി, എക്കണോമിക്കലിയും റിലീജിയസ് പരമായിട്ടും ഇവരെ ആ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തി സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഉള്ള ഒരു ജാതീയ വിഭാഗമായിട്ടാണ് ഇത് മാറിയത്, ഈ ദളിതർ. അതായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസ് ആയിരുന്നു. അവരുടെ കീഴിലുള്ള ഏറ്റവും താഴെയുള്ള ഒരു ഇതിലായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ദളിത് എന്നുള്ള ഇത് വന്നിട്ടുള്ളത്. ഇതിനെന്ന് പറയുന്നത് ഇവരിപ്പം ഈ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് അവരുടെ ഇതെന്ന് പറയുന്നത് ബ്രാഹ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എക്യുമേഷൻ കൾച്ചർ ആൻഡ് ക്യാപിറ്റൽ ബിക്കോസ് ഓഫ് ദ സ്ട്രക്ചറൽ ലൊക്കേഷൻ വിത്ത് ബെനിഫിറ്റ് കൺസ്ട്രക്ഷൻ ഓഫ് കോൺഷ്യസ്നസ് പ്രൊഡക്ഷൻ ഓഫ് നോളജ് ടേക്ക് പ്ലേസ്. അതായത് ഈ ദളിതർ ഇവരുടെ ഒക്കുപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുകളിൽ തട്ടിലുള്ള ബ്രാഹ്മിൻസിൻ്റെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഏതെന്ന് പറയുന്നത് ഈ ദളിത് വംശജർ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഓഫ് ദളിതാണ്. ദളിത് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ജഡ്ജിങ് തിങ്സ് ഇൻ ഇവൻറ്റ്. അക്കോർഡിംഗ്ലി ദളിത് പെർസ്പെക്റ്റീവ് സ്പെസിഫിക് പോയിന്റ് അണ്ടർസ്റ്റാൻഡ് അനലൈസ് ദ സോഷ്യൽ റിയാലിറ്റി. അപ്പം സോഷ്യൽ റിയാലിറ്റീസിൽ ഈ ദളിതിൽ എങ്ങനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ദളിത് പെർസ്പെക്റ്റീവ്സിൽ പറയുന്നത്. അപ്പോൾ ദിസ് പോയിന്റ് വ്യൂ ഇൻഹെറിന്റ് യുണീക്ക് ട്രാജഡി എക്സ്പീരിയൻസ് ഇൻ കോൺഷ്യസ്നസ് മില്യൺസ് ഓഫ് ദളിത് സ്ട്രക്ഷണലിസം ആൻഡ് കോൺഷ്യസ്നസ് ഡിസ്കസ്ഡ് അബവ്. അപ്പം ഇതിൻ്റെ ദളിത് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അനലൈസ് എക്സിക്കോ പൊളിറ്റിക്കൽ റിയാലിറ്റി അബൌട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് വ്യൂ ആൻഡ്. അതായത് ഒരു സോഷ്യലി പൊളിറ്റിക്കലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഏതെന്ന് പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അനലൈസ് ദ എക്സിസ്റ്റിങ് എന്ന് പറയുന്നത് ഏതിൽ ചെയ്തിട്ടുള്ളത് ഈ ദളിതിൽ ടു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അനലൈസ് റിയാലിറ്റി അബൌട്ട് ദളിത് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അതർ സോഷ്യൽ സൈൻ. മറ്റുള്ള സോഷ്യൽ എൻറ്റിറ്റീസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ ഏതിന് കഴിഞ്ഞിട്ടുണ്ട്? ദളിത് മൊമെൻറ്റിന് അല്ലെങ്കിൽ ദളിതിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അനലൈസ് എക്സ്റ്റിങ് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റി അബൌട്ട് ദ സൊസൈറ്റി ആസ് എ ഹോൾ പ്രീവിയസ് ബ്രോഡ് ഫ്രെയിം വർക്ക് ഇൻ ദളിത് സൊസൈറ്റി.